ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ആ മിക്സിയുടെ ജാറിലാണ് ഈ ഒരു മാവ് മിക്സ് ചെയ്തെടുക്കാറ്. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ശരിയാവാറില്ല. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് എളുപ്പമാണല്ലോ. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും നമ്മുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര, അതിൻ്റെ കൂടെ തന്നെ 2 ഏലക്കായ. നമുക്കിനി ഇത് അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പഴംപൊരിയുടെ മാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പഴം കട്ട് ചെയ്ത് വെക്കാം. നമ്മൾ കുഞ്ഞി പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടാണ് പഴം കട്ട് ചെയ്തത്. നമ്മൾ അരമണിക്കൂറായിട്ടുണ്ട്. അപ്പം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി നമ്മുടെ മാവിലേക്ക് നമ്മൾ പഴക്കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പഴക്കഷ്ണങ്ങൾ അതിലിട്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് അതിനെ ആ ഒരു മാവിൽ കുളിപ്പിച്ചെടുത്താൽ മതിയല്ലോ. നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പഴക്കഷ്ണങ്ങളെടുത്ത് എണ്ണയിലേക്കിടാം. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഫുള്ളിലാണ് ഞാൻ പഴംപൊരീൻ്റെ മാവ് ഇതിലേക്ക് ഇടുന്നത്. പക്ഷേ നമ്മൾ അതിടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് മീഡിയം ടു ലോ ആയാൽ മതി. ഫ്ലെയിം അധികമായാൽ ചിലപ്പം പണി പാളും. അങ്ങനെ നമ്മൾ ഓരോരോ പഴംപൊരി നമ്മൾ ആ ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് നമ്മുടെ പഴംപൊരി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഴംപൊരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ പഴംപൊരി നമ്മൾ കോരി മാറ്റി. നമ്മുടെ പഴംപൊരി എല്ലാ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തായാലും നിങ്ങളുടെ ഓരോ അഭിപ്രായവും എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്.